വിജയം നേടിയ ശേഷം ആദ്യമായി മണ്ഡലത്തിലേക്ക് പോവുകയാണ് വി.ഡി. സതീശൻ. മണ്ഡലത്തിൽ എത്തി ജനങ്ങളോട് നന്ദി പറയുന്ന പര്യടനമായിരിക്കും ഇന്ന്. വസതിയിലാണ് ഇപ്പോൾ ഉള്ളത്, ആലുവയിലെ ദേശത്തെ വസതിയിലാണ് ഇപ്പോൾ ഉള്ളത്. ടി.ജെ. വിനോദ് അടക്കം നിരവധി പേർ അങ്ങോട്ട് എത്തുന്നുണ്ട്, പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എത്തുന്നു എന്നാണ് തന്നെയാണ് നമ്മൾ കരുതുന്നത്. കൂടിക്കാഴ്ച നടത്തിയിരുന്നു. രാഗിൻ, ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എന്തെങ്കിലും പ്രതികരിക്കാൻ എല്ലാവരും തയ്യാറാവുന്നുണ്ടോ? എപ്പോഴാണ് വി.ഡി. സതീശൻ സ്വന്തം മണ്ഡലത്തിലേക്ക് പോകുന്നത്? ഇവിടെ രാവിലെ മുതൽ പ്രവർത്തകരെത്തുന്നുണ്ട്. അവർ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് പറയുന്നുമുണ്ട്. അല്പസം മുമ്പ് ടി.ജെ. വിനോദ് എം എൽ എ എത്തി വി.ഡി. സതീശനെ കണ്ടു. ടി.ജെ. വിനോദ് പറഞ്ഞത് സ്വാഭാവികമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ്. ഈ ജില്ലയിൽ വന്ന ശേഷം താൻ ഇവിടെ വരികയായിരുന്നു എന്ന കാര്യമാണ് ടി.ജെ. വിനോദ് പറഞ്ഞത്. മറ്റു തരത്തിലുള്ള ഒരു തരത്തിലുള്ള അഭ്യൂഹങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നും അദ്ദേഹം സ്ഥിരീകരിച്ചതുമില്ല. പക്ഷേ ആ കൂടിക്കാഴ്ച വളരെ നിർണായകമാണ്. അതുമായി ബന്ധപ്പെട്ട ആ ഒരു സമയവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സൂചിപ്പിച്ചതുപോലെ എം.എൽ.എമാർ ആർക്കൊപ്പം എന്ന സംബന്ധിച്ചുള്ള ഒരു പ്രോസസ്സ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കാനിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ചില കൂടിക്കാഴ്ചകൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഓരോ ചലനങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ തന്നെ വളരെ കൗതുകകരവും വളരെ പ്രധാനപ്പെട്ടതുമാണ്. ടി.ജെ. വിനോദ് എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയുടെ ഒരു വിശ്വസ്തനാണ്. മാത്രമല്ല ആ രീതിയിലാണ് അറിയപ്പെടുന്നത്. എറണാകുളത്ത് ടി.ജെ. വിനോദിനെ മത്സരിപ്പിക്കുന്നതിന് മുൻപ് സീറ്റ് നൽകിയത് തന്നെ രമേശ് ചെന്നിത്തല മുൻകൈയെടുത്തതായിരുന്നു. അതുകൊണ്ട് രമേശ് ചെന്നിത്തല പക്ഷത്ത് ഒപ്പം ഉറച്ചു നിൽക്കുന്നയാൾ എന്ന രീതിയിലാണ് ടി.ജെ. വിനോദിനെ കാണുന്നത്. അപ്പോൾ ടി.ജെ. വിനോദിന്റെ ഈ കൂടിക്കാഴ്ച അതിലേതെങ്കിലും തരത്തിൽ ഒരു മലക്കം മറിച്ചിൽ അല്ലെങ്കിൽ മാറ്റത്തിന്റെ സൂചനയുണ്ടോ, അതോ ഈ ചെന്നിത്തലയുടെ ഏതെങ്കിലും തരത്തിലുള്ള ദൂതുമായിയാണോ എത്തിയത്, അതോ അല്ല എന്നതിൽ പ്രതിപക്ഷ നേതാവായിരുന്നു വി.ഡി. സതീശൻ. സ്വാഭാവികമായിട്ടും അത്തരം കൂടിക്കാഴ്ചകൾക്ക് എം.എൽ.എമാർക്കെല്ലാം അവസരമുണ്ട്. അതിനെ മറ്റൊരു തരത്തിൽ കാണേണ്ടതുമില്ല. അപ്പോൾ ഈ പല കാരണങ്ങളാകാം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതോടൊപ്പം തന്നെ ദീപക് ജോയ് എം.എൽ.എ ഇപ്പോൾ വി.ഡി. സതീശനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദീപക് ജോയ് നേരത്തെ കെ ബാബുവിനൊപ്പം ഉള്ളതാണ്. അതോടൊപ്പം തന്നെ എ ഗ്രൂപ്പിനൊപ്പം നിൽക്കുന്ന ഒരു നേതാവ് കൂടിയാണ് ദീപക് ജോയ്, തൃപ്പൂണിത്തുറ എം.എൽ.എ. എന്തായാലും ദീപക് ജോയ് നേരത്തെ നമ്മളോട് പറഞ്ഞത് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആ ഘട്ടത്തിൽ വന്ന് കാണുന്നു. ജില്ലയിൽ നിന്നുള്ള പ്രതിപക്ഷ നേതാവാണ്, മാത്രമല്ല ജില്ലയിൽ നിന്നുള്ള എം.എൽ.എ ആണ് താൻ. ആ രീതിയിൽ കാണുന്നു എന്നതാണ്. എം.എൽ.എമാരൊക്കെ ആ നിലയിലാണ് നിലപാട് വ്യക്തമാക്കുന്നത്. പക്ഷേ ഇവരുടെയൊക്കെ മനസ്സിലെന്ത്, നേരത്തെ അമൽ സൂചിപ്പിച്ചതുപോലെ ഇവരുടെയൊക്കെ മനസ്സിലെന്ത് എന്നടക്കമുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതുമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ് അത് കെ.സി. വേണുഗോപാലാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും വി.ഡി. സതീശനാണെങ്കിലും ഒരേ പക്ഷത്ത് ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയിരുന്ന അതെ, അതിനിടയിൽ എന്താണ് സംഭവിക്കുക, ആരൊക്കെ അനുകൂല ഘടകമായി നിൽക്കുന്നു, ഇനി നിരീക്ഷകരെത്തുമ്പോൾ മുകുൾ വാസ്നിക്കും ഒക്കെ എത്തുമ്പോൾ എന്താണ് അവരോടൊക്കെ പറഞ്ഞ് ഈ എം.എൽ.എമാർ എന്ത് കാര്യങ്ങളാണ് പറയുന്നത്, ഇതിനൊക്കെ അനുസരിച്ചായിരിക്കാം ഈ തീരുമാനം വരിക. വിശദ വിവരങ്ങൾ വി.ഡി. സതീശന്റെ വീട്ടിൽ നിന്നും പങ്കുവച്ചത് രാഗിനാണ്.